ശ്രീ നസീർ, സ്റ്റുഡിയോ ബഹിഷ്കരണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണോ ഇടത് സംഘടനകൾക്ക്? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ താങ്ക്സ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാർ പറയും. പക്ഷെ ഞാനൊരു ഇടത് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല്, ഇത് നിങ്ങൾ ഇന്ത്യയുടെ ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് ബഹുമാന്യനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബുചേട്ടൻ ഇന്ത്യയോടുള്ള യുദ്ധപ്രഖ്യാപനമായ ഒരു വ്യാഖ്യാനം കണ്ടു. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ കാണണ്ട. ഇസ്രായേലിനോടുള്ള ബഹിഷ്കരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് നേരത്തെയും നമ്മൾ ഇന്ത്യക്കാര് ഇസ്രായേലിനോടുള്ള ബഹിഷ്കരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ലോക പോലീസ് ചമഞ്ഞ് അമേരിക്കയോടൊപ്പം ചേർന്ന് ഇസ്രായേലാണ് വേണ്ടുന്ന പ്രശ്നങ്ങളെല്ലാം ലോകത്ത് കാണിക്കുന്നത്. ഈ ഫലസ്തീനില് നമുക്കറിയാം എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കിയത്. അപ്പൊ അതുകൊണ്ട് ഈ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കമ്പനികളെ ഒന്ന് മാറ്റി നിർത്തണം, ഒഴിവാക്കണം. ലോകത്ത് സമാധാനം വരണം. ലോക ഭീകരായ ഇസ്രായേലിനെ ഒന്ന് മാറ്റി നിർത്തണം എന്നായിരിക്കും കമ്പനികളല്ലേ. ഇസ്രായേലിനെ പിന്തുണക്കുന്ന കമ്പനി എന്നാണല്ലോ പറയുന്നത്, പലസ്തീനെ പിന്തുണക്കുന്നതല്ലോ. അതെ, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു അല്ല. ശ്രീ RV ബാബു ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമല്ലേ ശ്രീ വെമ്പായം നസീർ? അതായത് ഇസ്രയേലുമായിട്ട് ചില സാങ്കേതിക സഹകരണത്തിൽ ടാറ്റ ഏർപ്പെടുന്നു. അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ. അതുകൊണ്ടാണല്ലോ ടാറ്റയുടെ ഒരു സ്ഥാപനമായിട്ടുള്ള സ്റ്റുഡിയോ ബഹിഷ്കരിക്കുന്നത്. എന്തുകൊണ്ട് സ്റ്റുഡിയോ ഇപ്പോൾ ബഹിഷ്കരിക്കുന്നു? അതിൻ്റെ പശ്ചാത്തലം കൃത്യമായിട്ട് ശ്രീ RV ബാബു പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്ന, ഇസ്രയേലുമായിട്ട് 100% സഹകരിച്ച് പോരുന്ന ഭാരതത്തെയല്ലേ ബഹിഷ്കരിക്കേണ്ടത്? അതിനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? ഇവിടുത്തെ ഇടതുമുന്നണിക്കുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ സന്ദേശവും അവരുടെ അഭിപ്രായമൊക്കെ അവര് പറയും. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണല്ലോ, സമീപനം തന്നെയാണല്ലോ കേരളത്തിലെ ഇടതുമുന്നണിയെ അനുവർത്തിച്ചു പോരുന്നത്. നമുക്കറിയാലോ. ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒക്കെ കൊണ്ടു നടക്കുകയല്ലേ അല്ലേ? കണ്ടതല്ലേ? അവതാരകൻ എന്തെങ്കിലും പറഞ്ഞ് ഇരുട്ടുകൊണ്ട് വോട്ട അടയ്ക്കരുത്. ഇടതുപക്ഷ എക്കാലത്തും വർഗീയ ശക്തികളെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അനുചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് അത് പുകമറ സൃഷ്ടിക്കരുത്. ഇടതുപക്ഷ എക്കാലത്തും വർഗീയ ശക്തികളെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ടാറ്റയോട് മാത്രമല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്കറിയാം. എന്ന് തൊട്ടാണ് ഈ ഇസ്രായേലിനോട് കൂട്ടുകൂടാൻ തുടങ്ങിയെന്ന് ആലോചിക്കണം. ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഇസ്രായേലുമായിട്ട് നിങ്ങളൊരു അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയത്. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉരുക്കു വനിത എന്ന് ലോകം വിളിച്ചാദരിച്ച ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഫലസ്തീനിനെ എന്നേക്കുമായി മാറ്റി നിർത്തുകയും ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഫലസ്തീനോടൊപ്പമായിരുന്നു ഇന്ത്യ. പലസ്തീനോടൊപ്പം തന്നെയാണ് ഇന്ത്യ. ഇന്നും പലസ്തീനോടൊപ്പം തന്നെയാണ് ഇന്ത്യ. പലസ്തീനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി തള്ളി പറഞ്ഞിട്ടില്ല. ഭാരതം തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസിനോടൊപ്പം അല്ല, അത്രേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ബഹുമാന്യനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫലസ്തീനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് വേണം. കാരണം അവർ ഇരയാണ്. ഫലസ്തീനെ ചേർത്ത് പിടിക്കണം. കാരണം അവർ ഇരയെ എന്നും ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വിശാല മനസ്കതയാണ്. ഈ ഫലസ്തീനെയും ഹമാസിനെയും രണ്ടായിട്ട് കാണണ്ടെന്നാണ് എന്റെ പക്ഷം. കാരണം ഈ ഫലസ്തീനിന്റെ സമര പോരാളികളാണ് ഹമാസ്. പ്രിയപ്പെട്ട നസീറെ, പലസ്തീൻകാർക്ക് പോലും ഹമാസിനെ താല്പര്യമില്ല. ഹമാസിനെ വേണ്ട, അവർ തന്നെ തള്ളിക്കളയാണ്. ഈ ഹമാസ് ഉള്ളതാണ് പലസ്തീൻകാർക്ക് തലവേദന.
അവർക്ക് പോലും വേണ്ടാത്ത ഹമാസിനെയാണ് കേരളത്തിലെ ഇടതു മുന്നണിയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തലയിൽ വെച്ച് നടക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണത്. അനിൽ നമ്പ്യാർ ചേട്ടാ, ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഫലസ്തീനിന്റെ വിമോചന സമര പോരാളികളാണ് ഹമാസ് എന്ന് അറിയപ്പെടുന്നത്. ഞാനത് ഒരു പഠനം നടത്തി. പക്ഷെ അവര് തള്ളി പറഞ്ഞിട്ടില്ല. കാരണം ഫലസ്തീനിന്റെ ഒരു സമര പോരാളികൾ ഹമാസ് എന്ന് പറയുന്നത്. പക്ഷെ ഹമാസിനെ തള്ളി പറയുന്നത് ഫലസ്തീനെ തള്ളി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവര് രണ്ടല്ല ഒന്നാണ്. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ടാറ്റയും മറ്റ് കമ്പനികളും ബഹിഷ്കരിക്കുന്നത്, ഈ മുമ്പ് കൊക്കോ കോള കമ്പനിയൊക്കെ ഇതുപോലെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വാങ്ങുന്ന പണത്തിന്റെ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ബഹിഷ്കരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും പിന്നെ പൊതുഗതാഗത സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? കേരളത്തിലെ ബസ്സുകൾ, കേരളത്തിലെ മറ്റു വാഹനങ്ങൾ, പിന്നെ ഉപ്പ് തൊട്ട് ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉപ്പ് തൊട്ട് വിമാനം വരെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ടാറ്റ പോലുള്ളൊരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾക്ക് എങ്ങനെ ബഹിഷ്കരിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് SIOയുടെ ബഹിഷ്കരണത്തെ പിള്ളേര് കളി എന്ന് പറഞ്ഞത്. മാത്രമല്ല, അവർക്ക് ഈ വിഷയം അതിൽ ഒരു സംവാദം നടത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് പറയാനാവും? എങ്ങനെയാണ് ഇതിലൊരു ക്ലാരിറ്റി, അവരുടെ നിലപാടിലൊരു ക്ലാരിറ്റി എങ്ങനെ വരുത്താനാവും അവർക്ക്? അതുകൊണ്ടാണല്ലോ അവർ ചർച്ച ബഹിഷ്കരിക്കുന്നത്. അങ്ങനെയാണ് ഈ വേദിയിൽ വന്ന് പറയേണ്ടതല്ലേ. ഇപ്പോൾ നസീർ വന്നതിൽ സന്തോഷം, അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ SDP-യുടെയും ഒക്കെ നിലപാട് ഒന്ന് തന്നെയല്ലേ? അതിലെന്തെങ്കിലും തർക്കമുണ്ടോ നസീറെ? അല്ല, അനിൽ നമ്പ്യാർ സാറേ, ഇടതുപക്ഷം സംഘപരിവാർ ശക്തികളെ പോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി SDP ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് അന്നും ഇന്നും എന്നും പറഞ്ഞാൽ പോരല്ലോ, പ്രവർത്തനത്തിൽ അത് കാണണ്ടേ നസീറെ? പറഞ്ഞാ പോരല്ലോ, പ്രവർത്തനത്തിൽ കാണണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെയല്ലേ പറഞ്ഞത് പരസ്യമായി, പിണറായി വിജയൻ പരസ്യമായിട്ട് ഞങ്ങളുടെ സഹായ സഹകരണം തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട് എൻ്റെ മുന്നിൽ വന്നതാണെന്ന് ടെലിവിഷൻ ക്യാമറയുടെ മുന്നിൽ ഇരുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് നിങ്ങൾക്ക് ഇത്തരം സംഘടനകളുമായി, വർഗീയ സംഘടനകളുമായിട്ട് കൈകോർക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? നിങ്ങൾ തരാതരം നോക്കി നിങ്ങൾ ആരുമായിട്ടും കൂട്ടുകൂടും. നമുക്കറിയാം, മദനിയുമായിട്ട് ഇപ്പോഴും സഹകരണമുണ്ട്, അല്ലേ? SDP-യെ എവിടെയൊക്കെ കൂട്ടാൻ പറ്റുമോ, എവിടെയൊക്കെ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടോ അവിടെ നിങ്ങൾ സഹകരിക്കും. എന്നിട്ട് പച്ചയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഇറക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് വർഗീയ ശക്തികളായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത്. നസീർ, ഒറ്റ കാര്യം കൂടി, മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നസീർ, അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൻ്റെ ശത്രുക്കളായ ചൈന, അതുപോലെ തുർക്കി, ഇവരുടെ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കേണ്ടതല്ലേ? ബംഗ്ലാദേശിൽ നിന്ന് തുണി ഉൽപ്പന്നങ്ങളും തുകൽ ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് അടക്കം വരുന്നുണ്ട്, അത് ബഹിഷ്കരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ബഹിഷ്കരണം നടത്താത്തത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന, അതുപോലെ ഇടതുപക്ഷം ഒന്നും അത്തരത്തിലൊരു ബഹിഷ്കരണത്തിലേക്ക് പോവാത്ത എന്തുകൊണ്ടാണ്? ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ എന്താ? ഉടൻ തന്നെ ഇസ്രയേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ പരിണത ഫലം തിക്തമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് MA ബേബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് മറുപടി. ഞാനൊന്ന് പറയട്ടെ. ഇടതുപക്ഷം എക്കാലത്തും ഈ സംഘപരിവാർ ശക്തികളെ അകറ്റി നിർത്തുന്നത് പോലെ അതേ അളവിൽ, അതേ തൂക്കത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും അകറ്റി നിർത്തിയിട്ടുണ്ട്. മതനിരപേക്ഷ ഒന്ന് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇടതുപക്ഷം എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ചേർത്താൽ അത് പൊതുജനം തള്ളിക്കളയും. അല്ല, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. അല്ല, അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ബഹിഷ്കരണത്തോട് ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കില്ല ഇടതുമുന്നണി? ഈ ജമാഅത്തെ ഇസ്ലാമി ഈ
നമ്പ്യാർ സാറേ, അങ്ങനെയാണെങ്കിൽ നേരത്തെ, അതായത് ഇസ്രായേലിനോട് ഒരു കൂറ് കാണിക്കുന്ന ചില കമ്പനികളെ അത് ഇന്ന് തുടങ്ങിയതല്ല നമ്പ്യാർ സാറേ, അത് നേരത്തെ ഉണ്ട്. നേരത്തെ മാറ്റി ശരി നസീർ, ഞാൻ വരാം. ശരി ബഹിഷ്കരിച്ചിട്ടുണ്ട്. ശരി നസീർ, ഞാൻ വരാം.